ഞാൻ മദ്രസ പഠിക്കുന്ന കാലേ 4ാം ക്ലാസ്സിൽ എൻ്റെ ഏട്ടത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ എല്ലാം പഠിക്കും. അതിൻ്റെ എല്ലാ കോൺഫിഡൻസും അഹങ്കാരം ഒന്നും എനിക്കുണ്ട്. അങ്ങനെ റിസൾട്ട് വരുന്ന സമയം അങ്ങനെ മദ്രസയിൽ പോയി റിസൾട്ട് നോക്കാൻ പോയി. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ഈ പഠിപ്പിച്ച് തോറ്റുക്ക്. എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. അതായത് ഞാനൊരു മദ്രസ വിദ്യാർത്ഥിയുടെ അനുഭവം, ഞാൻ മദ്രസയിൽ ദീർഘകാലം പഠിപ്പിച്ചൊരു മുഅല്ലിം എന്ന നിലക്കുള്ള അനുഭവമുണ്ട്. ഈ ഏട്ടത്തിയും ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും 5ാം ക്ലാസ്സിലേക്ക് പാസ്സായി. എന്താ കാര്യം മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു കാലത്ത് മദ്രസ ഉസ്താദുമാരെ 4 ആൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടുന്ന അനുഭവങ്ങൾ മനഃപൂർവ്വം ഇല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പിച്ചന്ന് സദൃസ്ഥാനോട് സംസാരിച്ച് അതൊരു ചെറിയ ചെറിയ സീനാക്കി. ഞാനത് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പുതുമ നിറഞ്ഞൊരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. ഒരു ലേഡിയുടെ ഒരു വീഡിയോ മദ്രസയെ കുറിച്ചുള്ള അനുഭവം പങ്കുവെക്കാണ്. അപ്പോൾ അവർ പങ്കുവെക്കുന്ന അനുഭവം അവരുടെ അനുഭവമാണ്. കാരണം നന്നായിട്ട് പഠിച്ചിരുന്ന 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. ഞാൻ മദ്രസ പഠിക്കുന്ന കാലേ 4ാം ക്ലാസ്സിൽ എൻ്റെ ഏട്ടത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ എല്ലാം പഠിക്കും. അതിൻ്റെ എല്ലാ കോൺഫിഡൻസും അഹങ്കാരം ഒന്നും എനിക്കുണ്ട്. അങ്ങനെ റിസൾട്ട് വരുന്ന സമയം അങ്ങനെ മദ്രസയിൽ പോയി റിസൾട്ട് നോക്കാൻ പോയി. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ഈ പഠിപ്പിച്ച് തോറ്റുക്ക്. ഈ ഏട്ടത്തിയും ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും 5ാം ക്ലാസ്സിലേക്ക് പാസ്സായി. എന്താ കാര്യം മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ ഉസ്താദ് തന്നെ വല്ലാത്തൊരു നുള്ളി. ആ നുള്ളി ഞാൻ എൻ്റെ വാപ്ഷിനോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അപ്പിച്ചന്ന് സദൃസ്ഥാനോട് സംസാരിച്ച് അതൊരു ചെറിയ ചെറിയ സീനാക്കി. അതിന് ഈ മുതുക്കൻ ഉസ്താദ് ഈ ചെറിയ കുഞ്ഞിനോട് ചെയ്ത പ്രതികാരം ഒരു കൊല്ലം തോപ്പിച്ചിട്ട് അതും ഈ 1.5 റാങ്കുകാരിനെ നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നാ ഓര് ചോദിക്കുക, അല്ലയോ മഹാനുഭാവ, ഈ കുഞ്ഞല്ലേ ഈ ഒരു കൊല്ലം ഇത്രയും നന്നായി പഠിച്ചത്, ഈ ക്ലാസ്സിൽ ഈ കണ്ട മാർക്കൊക്കെ വാങ്ങിയത്, ഇവളെങ്ങനെ തോറ്റ് ഓരും ചോദിച്ചില്ല. വീണ്ടും ഞാൻ 4ാം ക്ലാസ്സിലിരുന്ന് ഒരു കൊല്ലം വീണ്ടും പഠിക്കാനിരുന്നപ്പോൾ ഈ 3ാം ക്ലാസ്സിൽ നിന്ന് വന്ന കുട്ടികൾ ചോദിക്കുക, തോറ്റൈശു പറഞ്ഞാൽ എൻ്റെ മദ്രസിൽ ആയിഷാനെ വിളിക്കുക. അന്നേരം പിന്നെ ഇവരൊരു കൊല്ലം എന്നെ തോറ്റൈശു എന്നാണ് വിളിച്ചുകൊണ്ടെന്ന്. അതും സഹിച്ച് ഞാൻ ഒരു കൊല്ലം ഈ പഠിപ്പിച്ച ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതം നിറഞ്ഞൊരു വർഷം ഞാൻ തള്ളി നീക്കി. ഇന്ന് ഞാൻ മുട്ടിപ്പായി പ്രാകുന്നുണ്ട്. ഈ എൻ്റെ പഠിച്ചനെ അവസ്ഥ നല്ലത് വരുത്തലേ. എന്തായാലേ അവരുടെ അനുഭവമാണ് അവർ പങ്കുവച്ചത്. ആരും അവരെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ഇങ്ങനെ മദ്രസയിൽ പഠിച്ച എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. അതായത് ഞാനൊരു മദ്രസ വിദ്യാർത്ഥിയുടെ അനുഭവം, ഞാൻ മദ്രസയിൽ ദീർഘകാലം പഠിപ്പിച്ചൊരു മുഅല്ലിം എന്ന നിലക്കുള്ള അനുഭവമുണ്ട്. പക്ഷേ നമ്മളൊരു മുതിരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അനുഭവം ഏതൊരുക്കും. ചില ആളുകൾക്ക് വലിയ ഒരു ബാഡ് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു നെഗറ്റീവായ ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വല്ലാതെ നിൽക്കലുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു കാലത്ത് മദ്രസ ഉസ്താദുമാരെ 4 ആൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടുന്ന അനുഭവങ്ങൾ മനഃപൂർവ്വം ഇല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകളുണ്ട്. എനിക്ക് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു സ്ത്രീ പറഞ്ഞ അനുഭവമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് തല താഴ്ത്തേണ്ടി വരും. മദ്രസയിലെ ഉസ്താദ് അവർക്ക് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അങ്ങനെ അവരുടെ ഭയങ്കര ട്രോമയാണ്. വിവാഹമൊക്കെ റെഡിയായ സമയത്ത് അവർക്ക് വിവാഹം കഴിക്കാനൊരു ധൈര്യമില്ലാതിരിക്കാൻ കാരണം ചെറുപ്പത്തിൽ മദ്രസ ഉസ്താദിൻ്റെ കയ്യിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ട്രോമ നമ്മൾ ഒരു ഹിപ്നോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവം. ഇപ്പം ഞാനൊരു മദ്രസ അധ്യാപകനായ സമയത്ത് തന്നെ നമുക്കിവിടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ കൊള്ളാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫീൽ ചെയ്ത ഒരാൾ ഇന്നത് വന്നൊരു പൊതു പ്ലാറ്റ്ഫോമിൽ പറയാം. പക്ഷേ നമ്മളൊരു 98% മദ്രസയിൽ നമുക്കൊരു പോസിറ്റീവായ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഒരു പോസിറ്റീവായ അനുഭവം, നിങ്ങളുടെ എന്ത് അനുഭവങ്ങളാണെങ്കിലും നിങ്ങൾ താഴ്ന്ന് ഷെയർ ചെയ്യുക. നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നല്ല അനുഭവങ്ങളായിരിക്കണം. 4ാം ക്ലാസ് പഠിപ്പിച്ച മൊല്ലാഖ് ഉസ്താദ് അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹുദ്ദീൻ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എൻ്റെ അയൽവാസിയാണ്. എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു അസീസ് ഉസ്താദ് ഉണ്ട്. ഈ അസീസ് ഉസ്താദ് ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് ഒരു പ്രണയത്താൽ അദ്ദേഹം ഒരു മാനസിക രോഗിയായിട്ട് മാറി, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാറി. അദ്ദേഹം പിന്നീട് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനെ കാണുമ്പോഴേ ഓർക്കും, പഠിച്ചവൻ്റെ ഉസ്താദായിരുന്നല്ലോ, പക്ഷേ മാനസികമായിട്ട് ആരും ഉപദ്രവിക്കുന്നുമില്ല, പക്ഷെ മാനസികമായിട്ട് തകർന്നു. പിന്നെ എൻ്റെ ഹംസ ഉസ്താദ്, ഹംസലിയർ എന്ന് പറയും, ഖുർആനിലെ ഓരോ മഖ്റജുകളും കറക്റ്റായിട്ട് ഓതി പഠിപ്പിച്ച ഞങ്ങളുടെ കാളാച്ചാലി പള്ളിയിലെ മുഅദ്ദിനായിരുന്നു അദ്ദേഹം. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ സദഖത്തുള്ള ഒരു ഉസ്താദ് എന്നല്ല, അവിടുത്തെ ഒരു യങ്ങായ ഒരാളായിരുന്നു അന്ന്. പക്ഷെ ഇന്നും ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ആയിട്ട് ഞാൻ അദ്ദേഹം വിളിക്കാം. അത് ഉസ്താദ് എന്നല്ല കേട്ടോ, പക്ഷെ ഉസ്താദ് എന്നുള്ള റെസ്പെക്റ്റോട് കൂടി ഞാൻ വിളിക്കാം. അപ്പോൾ അതേപോലെ വാവേലി, ഇതൊക്കെ ഞാൻ എൻ്റെ കാലത്ത്. പിന്നെ തങ്ങള്, ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഇതിൽ നല്ല അടിയുടെ ഓർമ്മ എനിക്കുണ്ട്. നല്ല അടി കിട്ടിയത്, പിന്നെ നമ്മൾ മദ്രസയിലേക്ക് പോകുമ്പോൾ ആ ഖുർആനൊക്കെ അങ്ങനെ നെഞ്ചിൽ പിടിച്ച് ഉസ്താദ് പറയും,
ഓരോ തവണകൾ വരുമ്പോഴും സ്വലാത്തല്ലിട്ട് വരാവും. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാളാച്ചാൽ വരെ എത്തണം എന്നുണ്ടെങ്കിൽ കുറേ സ്വലാത്തല്ലി പോകും. ഇങ്ങനെ മദ്രസയിൽ നമുക്ക് കുറേ നല്ല അനുഭവങ്ങൾ, ആ നല്ല അനുഭവങ്ങളെക്കാൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ എന്നൊരു മദ്രസ അധ്യാപകനാകുന്ന ഒരു സമയത്തുള്ള നല്ല അനുഭവങ്ങളാണ്. അതായത് മദ്രസ അധ്യാപകനായ സമയത്ത് നമുക്ക് ഒരുപാട് കുട്ടികൾ നൽകുന്ന ഒരു സ്നേഹമുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു മോശം അനുഭവം നമ്മളിൽ നിന്ന് മദ്രസ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ അവരെ ഒരു ട്രെയിനിങ് കിട്ടാത്ത കാലത്ത് നമ്മൾ അടിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു നന്നായിട്ട് അടിച്ചു. മദ്രസയിൽ ശരിക്ക് അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തോ മദ്രസയിൽ അടിക്കുന്നൊരു ശീലം വന്നത് ഒരു പക്ഷേ പഴയ കാലത്ത് ഒരു പ്രശ്നമാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകർക്ക് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഇന്നിപ്പോൾ ട്രെയിനിങ് കിട്ടിയ അധ്യാപകരൊന്നും അങ്ങനെ അടിക്കലില്ല. പ്ലസ് സൈക്കോളജിക്കലി പിള്ളേരെ പഠിക്കാൻ കഴിവുള്ള ആളുകളാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന മലക്കുകളൊന്നല്ല, നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ആരാണ്? ഒന്നുകിൽ പള്ളി ദർസിൽ നിന്ന് പാതി വഴിയിൽ ദർസ് പഠനം ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ മതപരമായിട്ട് കുറഞ്ഞ അറിവുള്ള ആളുകൾ, അല്ലെങ്കിൽ അല്ലാതെ വലിയ ബിരുദമുള്ള വലിയ മഹാന്മാരായ ആളുകളൊക്കെ വലിയ മുദരിസുകളായിട്ട് മാറും. പിന്നെ എല്ലാവർക്കും ദർസ് ഉണ്ടാവില്ല. പിന്നെ നല്ല അറിവുള്ള ആളുകളൊക്കെ വലിയ ബിരുദമുള്ള ആളുകളൊക്കെ മദ്രസ രംഗത്ത് സജീവമായിട്ട് വന്നു. ഇന്നും മദ്രസയിൽ നിൽക്കുന്നത് ഒരു മോശമാണെന്ന് കരുതുന്ന ഉസ്താദുമാരുണ്ട്. ഞാൻ മദ്രസയിലല്ല, ഞാനൊരു പള്ളിയിലാണ്, ഇമാമത്താണ്, മുദരിസാണെന്ന് പറയാം. മദ്രസ എന്തോ ഒരു മോശമാണ്, ഒരു രണ്ടാം കിടയാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു ലേഡിയെ നമ്മൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നത് കുറ്റപ്പെടുത്തരുത്. കാരണം അവരവരെ അനുഭവം പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് നല്ല അനുഭവങ്ങളാവാം, ചില ആളുകൾക്ക് ചീത്ത അനുഭവങ്ങളാവും. അപ്പൊ ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു സ്ത്രീ വന്ന് പരാതി പറയാണ്. എന്താണ് പരാതി? പൂമ്പാറ്റ പിടിച്ചു. പൂമ്പാറ്റ, ഉസ്താദിന്റെ കുട്ടിയുടെ പൂമ്പാറ്റ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. പൂമ്പാറ്റ പിടിക്കുമല്ലോ, സദർ ഉസ്താദ് പറഞ്ഞു പൂമ്പാറ്റ പിടിക്കും. നിങ്ങൾ സ്കൂളിൽ മദ്രസയ്ക്ക് നിങ്ങൾ പൂമ്പാറ്റയോ അല്ലെങ്കിൽ ബാലരമയോ ബാലമംഗളോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതല്ല ഉസ്താദ്, പൂമ്പാറ്റ പിടിച്ചിക്കണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഞാൻ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ സദറിനോടും ഇങ്ങനെ പറഞ്ഞ് സംഗതി ഉസ്താദ് ചിന്തിക്കാൻ കൂടി പറ്റുമായിരുന്നില്ല ആ ചങ്ങായി പരിപാടി ഒപ്പിക്കുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മദ്രസ അനുഭവം എന്താണെങ്കിൽ ഒന്ന് ചുരുക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷമാവും. പരമാവധി നമ്മുടെയൊക്കെ നല്ല മനസ്സാണ് നമുക്കെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവായ ഓർമ്മകൾ ഉണ്ടാവട്ടെ. നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന ആളുകൾക്ക് അതിൽ കുറ്റങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നാൾ മറ്റേ ആരോഗ്യകരമായ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു, ഒരു ഷോർട്സ്. അപ്പോൾ ആരോഗ്യകരമായ ഫുഡ് ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡുകൾ, അപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ അതിൽ മുഴുവൻ കുറ്റങ്ങൾ കണ്ടെത്തിയവരുണ്ട്. പച്ചക്കറിയൊക്കെ ഫുള്ള് വിഷമാണ്, നെറ്റ്സിന് പിന്നെ ഒരുപാട് കാശാവും, അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഏതാ ഇപ്പോൾ കമ്പനി ഉള്ളത്. നമുക്ക് നമ്മുടെ മൈൻഡിൽ എങ്ങനെയുള്ളത്? എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തുന്നവരാണെങ്കിൽ ഓരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവരെ കുറ്റപ്പെടുത്തണ്ട, പക്ഷേ ഇവരവരെ അനുഭവം ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവനവൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ളതാണ് ഓരോരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പോസിറ്റീവായ ഒരു അനുഭവം പങ്കുവെക്കാം. മദ്രസയിലുള്ള നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാനെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പുതുമ നിറഞ്ഞൊരു ചോദ്യമാണ്. നമുക്കറിയാം സൂര്യോദയം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. സൂര്യൻ ഉദിക്കുന്നൊരു സമയം നമ്മളൊരു 4 മണി 4:30 5 മണിയൊക്കെ പല സമയങ്ങൾ നമ്മൾ കണക്കലുണ്ട്. പക്ഷേ 3:30 മണിക്ക് തന്നെ സൂര്യന്റെ ഉദയത്തിന്റെ രശ്മികൾ കാണുകയും 4 മണിക്കടക്കം എല്ലാവരും പുറത്ത് ഇരുട്ടാവുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഒരു 3:30 മണിയാകുമ്പോഴേക്ക് അവിടെ ഇങ്ങനെ സൂര്യന്റെ രശ്മികൾ വന്നു തുടങ്ങും. ഒരു 3:45 4 മണിയാകുമ്പോഴേക്ക് പതുക്കെ സൂര്യൻ പൊന്തി വരുന്നത് കാണാം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നേരം പുലരുന്ന ഒരു സ്ഥലം എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുക. ആ സ്ഥലം ഏതാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ 2 ക്ലൂ തരാം. 1 കശ്മീരിലെ മലനിരകൾ, 2 അരുണാചൽ പ്രദേശിലെ മലനിരകൾ. ഇത് 2 ചോദ്യങ്ങൾ, 2 ക്ലൂ തന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. അവിടേക്ക് നമ്മൾ ട്രെക്കിങ്ങിന് ഈ സൂര്യോദയം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അർദ്ധരാത്രി 2 മണിക്ക് പോകണം. 2 മണിക്ക് പോയിട്ട് 3 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, ഈ സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. 4-4:15 ആകുമ്പോഴേക്ക് സൂര്യൻ ഉദിക്കും. അപ്പോൾ ആ സ്ഥലം നമ്മുടെ ശാസ്ത്രജ്ഞരും മറ്റും പറയുന്നത് ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് ഈ പ്രദേശത്താണ് എന്നുള്ളതാണ്. ആ പ്രദേശം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ 2 ക്ലൂ പറഞ്ഞു. 1 കശ്മീർ, മറ്റൊന്ന് അരുണാചൽ പ്രദേശ്. ഇതിലേതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.